ഹായ് ട്രേഡേഴ്സ്, എല്ലാവർക്കും ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഫണ്ടിങ് ഫേംസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ നമ്മൾ എല്ലാ ദിവസവും ലൈവ് ആയിട്ടുള്ള ഒരു ഗൂഗിൾ മീറ്റ് വഴിയുള്ള ഈവനിങ് സെഷൻ, ന്യൂയോർക്ക് സെഷനിലുള്ള നമ്മുടെ ട്രേഡുകളെല്ലാം ലൈവായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ലൈവ് കമന്ററിയും കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് അതിൽ ഫ്രീ ആക്സസ് ആണ് അതിൽ നമ്മൾ മെയിനായിട്ട് നൽകുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഫണ്ടഡ് അക്കൗണ്ട് റിലേറ്റഡ് ഡൗട്ട്സ് ക്ലിയറിങ്, നമുക്ക് അതുപോലെ തന്നെ ഏത് ട്രേഡ് ഏത് സമയത്ത് എടുക്കണം, ഏത് സെഷനാണ് കുറച്ചുകൂടി ബെറ്റർ, ഏത് ഇൻസ്ട്രുമെന്റ് ആണ് ഓരോ സെഷൻസിനും ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ഡിസ്കഷൻസും കാര്യങ്ങളുള്ള ഒരു കമ്മ്യൂണിറ്റി ഓൾറെഡി ഉണ്ട്. ടെലഗ്രാമിലാണ് നമുക്ക് ആ കമ്മ്യൂണിറ്റി ഉള്ളത്. നമുക്ക് ലൈവ് ട്രേഡ് കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഗൂഗിൾ മീറ്റ് വഴിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഫണ്ടഡ് അക്കൗണ്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചെറിയൊരു ഹെൽപ്പ് എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഓൺ ട്രേഡ്, നമ്മുടെ ട്രേഡ് എല്ലാം ലൈവായിട്ട് തന്നെ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള രീതിയിലാണ് നമ്മൾ ആ ഒരു ഗ്രൂപ്പും അല്ലെങ്കിൽ ആ ഒരു ലൈവ് ട്രേഡ് കാര്യങ്ങളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ഫണ്ടിങ് ഫേംസിൽ ഏറ്റവും നല്ലൊരു ഫേമായ ഫയേഴ്സിനെ കുറിച്ചിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന കുറച്ച് ന്യൂസുകളുണ്ട്. അപ്പോൾ അവരുടെ പുതിയ പ്ലാൻസ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അവർ പുതുതായിട്ട് CFD ബ്രോക്കിങ്ങിലേക്ക് ഡയറക്റ്റ് കടന്നിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതുപോലെ ഫയേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇസ്രായേൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ പേ ഔട്ട് കൊടുക്കുന്ന ഒരു കമ്പനി കൂടിയാണ്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് CFD-യിൽ 3 പ്ലാൻസ് ആണുള്ളത്. ഒന്ന് 1 സ്റ്റെപ്പ്, 2 സ്റ്റെപ്പ്, 3 സ്റ്റെപ്പ്, അങ്ങനെ 3 സ്റ്റെപ്പ് ആയിട്ടുള്ള പ്ലാൻസ് ആണ് ഉള്ളത്. അതിൽ തന്നെ 1 സ്റ്റെപ്പ് കുറച്ചുകൂടി അട്രാക്റ്റീവ് രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പുതിയ പ്ലാൻ അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. ഫ്യൂച്ചേഴ്സിലും കുറച്ച് നാൾ മുമ്പ് ഒരു ഫസ്റ്റ് ടൈം കടന്നു വന്നപ്പോൾ തന്നെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതായത് ആക്ടിവേഷൻ ഫീസ് ഉള്ള പ്ലാൻസ് ആയിരുന്നു അവർ കൊണ്ടുവന്നിരുന്നത്. ഇപ്പൊ ഏതെല്ലാം പ്ലാൻസിലാണ് ആക്ടിവേഷൻ ഫീസ് ഇല്ലാതെയും അവർ നമുക്ക് പുതിയ പ്ലാനൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത് എങ്ങനെയാണെന്ന് നോക്കാം. അതുപോലെ സിങ് ട്രേഡ് എന്ന് പറയുന്നത് നമുക്ക് ഫ്യൂച്ചേഴ്സിൽ ആരും അങ്ങനെ ഒരു സിങ് ട്രേഡ് എന്നുള്ള ഓപ്ഷൻസ് കൊടുക്കുന്നില്ല. മീൻസ് അതായത് നെക്സ്റ്റ് ഡേയിലേക്ക് അത് കൺവേർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് എല്ലാ ഫ്യൂച്ചർ ഫേംസും ഒരു ഇന്ത്യൻ സമയം രാവിലെ വെളുപ്പിന് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയം 2:30 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് 15-20 മിനിറ്റ് മുമ്പേക്ക് നമ്മുടെ ഇൻട്രാഡേ ട്രേഡിംഗ് ക്ലോസ് ചെയ്യേണ്ടതുണ്ട്. എല്ലാ ഫേംസും, ഒട്ടുമിക്ക ഫേംസ് അങ്ങനെയാണ്. ഇപ്പോൾ ഫയേഴ്സും പിന്നെ വേറൊരു ഫേംസും ഉള്ളൂ, പ്രൈം എന്ന് പറയുന്ന ഫേമും മാത്രമേ ഉള്ളൂ ഇത്തരത്തിലുള്ള സിങ് ട്രേഡ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഇവർക്ക് സ്റ്റോക്സിൽ നമ്മളിപ്പോൾ ടെസ്ല, ആമസോൺ അങ്ങനെയുള്ള സ്റ്റോക്സിൽ, അമേരിക്കൻ സ്റ്റോക്സിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ സെയിം മോഡൽ തന്നെ, പ്രൊഫൈം മോഡൽ തന്നെ അവർക്ക് മറ്റൊരു സബ്സിഡിയറി കമ്പനി ഉണ്ട്, ദ പൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി. അവിടെ നമുക്ക് ജോയിൻ ചെയ്ത സെയിം മോഡൽ തന്നെ സ്റ്റോക്സിലും കൂടി നമുക്ക് ഫണ്ട് കിട്ടുന്ന രീതിയിൽ ഇവർ പ്ലാൻസ് ഉണ്ട്. അതേപോലെ ഡയറക്റ്റ് CFD പാർട്ട്ണർഷിപ്പും അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് ഫയേഴ്സിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഏതെല്ലാം കാര്യങ്ങളാണെന്നുള്ളത് നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് നോക്കാം. അതിൽ ഫസ്റ്റ് തന്നെ നമുക്ക് CFD വന്നു കഴിഞ്ഞാൽ 1 സ്റ്റെപ്പ്, അതായത് ഒരു സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ഫസ്റ്റ് ഫേസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫണ്ടഡ് കിട്ടുന്ന ഒരു പ്ലാൻ ആണ് ഇവിടെ ഉള്ളത്. അതിൽ തന്നെ ഇവർക്ക് 2 രീതിയിലുണ്ട്. ഒന്ന് പ്രോ ഗ്രോത്ത് ഉണ്ട്, ഒന്ന് ഹൈപ്പർ ഗ്രോത്ത് ഉണ്ട്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, പ്രോ ഗ്രോത്തും ഹൈപ്പർ ഗ്രോത്തും തമ്മിൽ പ്ലാൻസിൽ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഇവരുടെ സ്കെയിലിംഗ് പ്ലാൻ ആണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഉള്ളത്. അത് തന്നെ നമുക്ക് CFD-യിലും ഇവർ ഏറ്റവും പ്രത്യേകം. നമ്മളിപ്പോൾ നോക്കുന്നത് CFD തന്നെയുള്ള പ്രോ ഗ്രോത്തിനെ കുറിച്ചിട്ടുള്ള ഒരു പ്ലാൻ അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. സ്റ്റെപ്പ് 1 ആണ്, അവർ ഒരു സ്റ്റെപ്പാണുള്ളൂ, നമുക്ക് 2 സ്റ്റെപ്പ് വേണ്ട ആവശ്യമില്ല. നമുക്ക് 5K വരുന്നത് $74 വരുന്നത്. മറ്റു കമ്പനികൾക്ക് $32 2 ഫേസിന് കൊടുക്കുന്നത്. അപ്പോൾ അതിന്റെ ഡബിൾ എമൗണ്ട് ആണ് ഇവിടെ വരുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധിക്കുക. നിങ്ങൾ ഇവാലുവേഷൻ ടാർഗറ്റ് 10% ആണ്. അതിന്റെ ഫണ്ടറിലേക്ക് വരുമ്പോൾ 10% തന്നെയാണ്. പേ ഔട്ടിലേക്ക് വരുമ്പോൾ സ്റ്റോപ്പ് ഔട്ട് എന്ന് പറയുന്നത് 6% ആണ്. അപ്പോൾ ഏകദേശം നമുക്ക് 5K $300 അടുത്തൊക്കെ നമുക്ക് സ്റ്റോപ്പ് ഔട്ട് വരും. ഡെയിലി ലോസ് 3%, ഏകദേശം $150 അടുത്ത് ഡെയിലി ലോസ് ആയിരിക്കും. പ്രോഫിറ്റ് സ്പ്ലിറ്റ് വരുന്നത് 100%. ടൈം ലിമിറ്റ് അൺലിമിറ്റഡ്. ലിവറേജ് കുറച്ച് കുറവായിരിക്കും. അത് എല്ലാ ഫേംസും അങ്ങനെ തന്നെ 1 സ്റ്റെപ്പും 2 സ്റ്റെപ്പിന് കുറച്ച് ലിവറേജ് കൂടുതലായിരിക്കും. ഇൻസ്റ്റന്റ് മണിയിലേക്ക് വരുമ്പോൾ വ്യത്യാസമുണ്ട്. ഇനി ഇതിന്റെ ഫീസ് വരുന്നത് $74 ആണ്. നമ്മൾ പാസ് ആയതിനു ശേഷം വേറെ അടയ്ക്കേണ്ടതായിട്ടില്ല. അതേപോലെ നമ്മൾ പാസ് ആയി കഴിയുമ്പോൾ $15 ക്രെഡിറ്റ് ആവും. ഈ $15 നമുക്ക് പേ ഔട്ടിന്റെ സമയമാകുമ്പോൾ ഇവർ ആഡ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് ആ $15 എന്തെങ്കിലും പർച്ചേസിംഗ് ഉണ്ടെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്യാനും പറ്റും. മിനിമം പ്രോഫിറ്റബിൾ ഡേ ആയിട്ട് 3 ദിവസം വേണം. ഈ സെയിം മോഡൽ തന്നെയാണ് ഗ്രോത്തിലും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുക. ഗ്രോത്തിൽ നമുക്ക് സിങ് ആയിട്ട് മീൻസ് അതായത് നെക്സ്റ്റ് ഡേയും കൂടി ഹോൾഡിങ്ങിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഏകദേശം $260 വരുന്നുണ്ട്. അപ്പോൾ അത് ഇത്തിരി കൂടുതലായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. ഇനി അതിന്റെ ആ കൂടുതലായിട്ട് തോന്നുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരുടെ സ്കെയിലിംഗിലേക്ക് വരുമ്പോഴാണ് അതിന്റെ വ്യത്യാസം. CFD-യിലെ മെയിൻ പ്ലാനുകൾ ചേഞ്ച് വരുത്തിയേക്കുന്ന പ്ലാനുകൾ ഒന്നാണ് പ്രോ ഗ്രോത്ത്, ഹൈപ്പർ ഗ്രോത്ത്. ഇനി അവരുടെ ട്രേഡിംഗ് റൂൾസ് ഡബിൾ യുവർ ഫണ്ടഡ് അക്കൗണ്ട് എവറി ടാർജറ്റ്. ഓരോ ടാർജറ്റ് ആവുമ്പോഴും ഡബിൾ ആവുകയാണ്. നമ്മളിപ്പോൾ ഒരു സ്കെയിലിംഗ് പ്ലാൻ അങ്ങനെ മറ്റു ഫേംസിനൊന്നും അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഡബിൾ ആവാണ് അവരുടെ പ്രോഫിറ്റ് ടാർജറ്റ് ഓരോന്നും മീറ്റ് ചെയ്യുമ്പോൾ. ഹോൾഡ് ഓപ്പറേറ്റ് വീക്കെൻഡ്സിലൊക്കെ ഹോൾഡ് ചെയ്യാനുള്ളത്. അതാണ് അവരുടെ ഹൈ ഗ്രോത്തിലേക്ക് വരുമ്പോൾ, ഈ ഒരു പ്ലാനിലേക്ക് വരുമ്പോൾ വരുന്ന മാറ്റം, ഹൈപ്പർ ഗ്രോത്തിലേക്ക് വരുമ്പോൾ ഉള്ള മാറ്റം.
ലിവറേജ് നമ്മൾ നേരത്തെ പറഞ്ഞു 1:30 ആണുള്ളൂ. ന്യൂസ് ട്രേഡിംഗ് അലൗഡ് ആണ്. അതേപോലെ തന്നെ ഏതെല്ലാം അക്സെപ്റ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. ഇനി സ്കെയിലിംഗ് പ്ലാനിലേക്ക് വന്നാലാണ് നമുക്ക് ആ പ്രൈസിന്റെ വ്യത്യാസം അത് നമുക്ക് പറഞ്ഞ് എന്താ പറയാ, ഞാൻ ഇത്ര നാൾ കണ്ടതിൽ വെച്ചിട്ടുള്ള ആ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ സ്കെയിലിംഗിൽ ഇവരെ വെട്ടാനായിട്ട് വേറൊരു കമ്പനി നിലവിൽ ഇങ്ങനെ പ്ലാൻസ് അവതരിപ്പിച്ചിട്ടില്ല. പ്രോ ഗ്രോത്തിൽ തന്നെ നമുക്ക് 5,000 ആണ് സ്റ്റാർട്ടിംഗ് എങ്കിൽ നമ്മൾ ടാർഗറ്റ് 10% ആയാൽ നമുക്ക് പേ ഔട്ട് റേഷ്യോ 75-25 ആണ് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് ആ ടാർഗറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആലോചിക്കണം, നമുക്ക് ആ ടാർഗറ്റ് 12 വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടാർഗറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്നത് 7,500 അക്കൗണ്ടാണ്. അവിടെ ഡിഫറൻസ് വീണ്ടും നിങ്ങൾ 750 USD ആ അക്കൗണ്ടിൽ നിങ്ങൾ എടുക്കാൻ പിന്നെ നമുക്ക് കിട്ടുന്നത് ഏതാ 10K അക്കൗണ്ടാണ് കിട്ടുന്നത്. ആ ഒരു ഭയങ്കരമായിട്ടുള്ള ആ ഒരു ഡിഫറൻസ് ഭയങ്കരമാണ്. അപ്പൊ അത് നിങ്ങളൊന്ന് മൈൻഡ് ചെയ്യുക. നമുക്ക് $74 വരുന്നുള്ളൂ. അത് 1 സ്റ്റെപ്പാണ് വരുന്നത്, CFD ആണ് വരുന്നത്. ഇനിയാണ് ഹൈപ്പർ ഗ്രോത്തിൽ നമുക്ക് 260 കണ്ടതിൽ നിന്നുള്ള ഒരു അത്ഭുതം നമുക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളിവിടെ കണ്ടാൽ ഞെട്ടിപ്പോവും. നമുക്ക് 5K അക്കൗണ്ട് വരുന്നു, ടാർഗറ്റ് 500 USD നമ്മൾ ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്നത് 100K അക്കൗണ്ടാണ്. സോറി 10K അക്കൗണ്ടാണ് കിട്ടുന്നത്. 16 USD അക്കൗണ്ട്. വീണ്ടും നമ്മളവിടെ TP 1000 അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സ്പ്ലിറ്റ് കുറച്ച് ഡിഫറൻസ് ഉണ്ട്, 1:1 ആണ്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ പ്രോ ഗ്രോത്ത് എടുക്കാനാണ് ഞാൻ നിങ്ങളോട് പറയുള്ളൂ. കാരണം സ്പ്ലിറ്റിന്റെ കാര്യം നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. 75% കിട്ടുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. ഇവിടെ നമ്മളെ സംബന്ധിച്ച് പേ ഔട്ട് എടുക്കുക എന്നുള്ളതാണ് ഏതൊരു ആൾക്കാരെയും ട്രേഡറിനെ സംബന്ധിച്ച്. അവിടെ ഗ്രോത്ത് ഒന്നും ആയിരിക്കില്ല ആൾക്കാർ നോക്കുക, പേ ഔട്ട് എങ്ങനെയെങ്കിലും എടുക്കുക എന്നുള്ളതായിരിക്കും. സ്വാഭാവികമായിട്ട് ഞാനും അങ്ങനെ തന്നെ ചിന്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പ്ലാൻ കമ്പാരിസൺ ചെയ്യുമ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് പറയുക, പ്രോ ഗ്രോത്ത് $74 1 സ്റ്റെപ്പ് എടുക്കുക. പിന്നെ പേ ഔട്ടിന്റെ കാര്യത്തിൽ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു കമ്പനി കൂടിയാണ്. അപ്പൊ ആ ഒരു ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഞാൻ പറയുകയാണെങ്കിൽ CFDയിൽ ഈ ഒരു പ്ലാൻ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇനി നമുക്ക് ഫ്യൂച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്യൂച്ചേഴ്സിൽ ഇവർ കുറെ നാളുകളായിട്ട് ഫ്യൂച്ചേഴ്സിലൊക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടിങ് വന്നപ്പോൾ ഞാൻ ഒത്തിരി പ്രതീക്ഷിച്ചാണ് ഞാൻ ഇതിന്റെ വീഡിയോ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇവരുടെ കമ്മിങ് സൂൺ തന്നെ എഴുതി കാണിച്ചിട്ടുണ്ട്. 3-4 മാസം 5 മാസത്തിനുള്ള കമ്മിങ് സൂൺ ഫ്യൂച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് എല്ലാ ഫേമസും ഫ്യൂച്ചേഴ്സിൽ നല്ല രീതിയിൽ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്ന സമയത്ത് എന്തുകൊണ്ട് 5 years വരുന്നില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യനും അവിടെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അവരത് വന്ന സമയത്ത് നമുക്കത് ഒട്ടും ഹാപ്പി ആയിട്ടിരുന്നുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നില്ല. കാരണം അവർക്ക് എല്ലാ ഫേമസും ഇപ്പോൾ പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പെക്സും ബുൾനോക്സ് ഒക്കെ മാത്രമുള്ള സമയത്ത് ട്രെയിലിംഗ് ഡ്രോ ഡൗൺ എന്നുള്ള പരിപാടി വെച്ചിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ. അപ്പൊ നമുക്ക് $15 അക്കൗണ്ട് എടുക്കാൻ പറ്റും. അങ്ങനെ അക്കൗണ്ട് ഒക്കെ പോകും. അങ്ങനെ കുറെ പ്രശ്നങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മൈ ഫണ്ടഡ് ഫ്യൂച്ചർ ഒക്കെ ഒന്ന് ആക്റ്റീവായി ഇതിലേക്ക് വന്നതിന് ശേഷമാണ് എൻഡ് ഓഫ് ദ ഡേ എന്ന് പറയുന്ന ഡ്രോ ഡൗൺ കൊണ്ടുവന്നത്. അതാണ് നമുക്ക് ഒരു വിപ്ലവകരമായ ഒരു മാറ്റം ഈ ഫ്യൂച്ചേഴ്സിന്റെ പ്രൊഫൈംസിൽ വന്നിട്ട് ഉള്ള ഒരു കാര്യം. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ വൺ ടൈം ഫീ മറ്റൊരു സമയത്തൊക്കെ നമ്മൾ പാസ്സായി കഴിഞ്ഞ ശേഷം വീണ്ടും $100 അങ്ങനെ $125 നമുക്കൊരു 50K അക്കൗണ്ട് വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെയും കോമ്പറ്റീഷൻ കടുത്തു. ഫണ്ടിങ് ടിക്സ് വന്നതിന് ശേഷം വീണ്ടും ആക്ടിവേഷൻ ഫീസ് ഇല്ലാത്തൊരു രീതി വന്നു. ഫണ്ടിങ് ടിക്സ് കാര്യം പൂട്ടിപ്പോയെങ്കിലും കുറെ മാറ്റങ്ങൾ അവർ കൊണ്ടുവന്നിരുന്നു. പിന്നെ അവർക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചേഴ്സിൽ വന്നിട്ട് അവർ 1 minute ഹോൾഡിംഗ് എന്നുള്ള റൂൾ കൊണ്ടുവന്നതോടുകൂടി തന്നെ അവർ എല്ലാ കമ്മ്യൂണിറ്റിയിലും വന്ന ആൾക്കാർ വന്ന്, കാരണം ഫ്യൂച്ചേഴ്സിൽ അങ്ങനെ നമുക്ക് 1 minute 1 seconds ഹോൾഡിംഗ് എന്ന് പറഞ്ഞ പരിപാടി ഒന്നും പറ്റില്ല. CFD പോലെയല്ല. സ്പ്രെഡും കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് പെട്ടെന്ന് തന്നെ സ്കില്ലെടുത്ത് എക്സിറ്റ് ആയി പോകുന്ന ആൾക്കാരായിരിക്കും ഏറ്റവും കൂടുതൽ. അപ്പൊ അങ്ങനെയാണ് ശരിക്കും ഫണ്ട് ഇൻഡെക്സിന് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി പോയത്. പക്ഷേ ഫണ്ട് ഇൻഡെക്സ് ആണ് വൺ ടൈം ഫീ ആക്റ്റീവായിട്ട് കൊണ്ടുവന്ന ഒരു ടീം. മൈ ഫണ്ട് ഫ്യൂച്ചർ കൊണ്ടുവന്നു. പക്ഷെ എന്നാലും നല്ല പബ്ലിസിറ്റി കാര്യങ്ങളൊക്കെ ഇട്ട് അഡ്വർടൈസ്മെന്റും കാര്യങ്ങളൊക്കെ ഇട്ട് വൺ ടൈം ഫീ കൊണ്ടുവന്നത് ഫണ്ട് ഇൻഡെക്സ് ആണ്. അപ്പൊ നമുക്ക് 5 years വന്ന സമയത്ത് നമുക്ക് ഞാൻ നോക്കിയപ്പോൾ 50K അക്കൗണ്ട് ഒക്കെ എടുത്ത് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് അന്ന് എനിക്ക് തോന്നുന്നു $80-100 തന്നെ എക്സ്പെൻസും $60 എന്തുകൊണ്ടായിരുന്നു. പിന്നെയും പാസ്സായതിനു ശേഷം നമ്മൾ വീണ്ടും കൊടുക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു പയേഴ്സിന്റെ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനൊരു മാറ്റം അവർ ഇപ്പോൾ നിലവിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അവരെ 2 പ്ലാൻ ഉണ്ട്, ഡേ ട്രേഡ് ഉണ്ട്, സ്വിംഗ് ട്രേഡ് ഉണ്ട്. സ്വിംഗ് ട്രേഡ് ഇപ്പോൾ ഫ്യൂച്ചേഴ്സിൽ അങ്ങനെ മിക്ക ഫേംസും കൊടുക്കുന്നില്ല. വേറെ ഒരു പ്രൈം എന്ന് പറയും, ഹോളോ പ്രൈമോ അങ്ങനെ എന്തോ ഇതൊരു കമ്പനി മാത്രമാണ് നിലവിൽ കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് അക്കൗണ്ട് സൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ 50K നമുക്ക് വരുന്ന ടാർഗറ്റ് 6% വരുന്നത്. മാക്സിമം ലോസ് 4% ആണ്. കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് പെർ പൊസിഷൻസ് ആണ്. കൺസിസ്റ്റൻസി റൂൾ പെർ പൊസിഷൻ ആയിട്ടാണ് അവർ കാണിച്ചേക്കുന്നത്. ഒരു പൊസിഷൻ അനുസരിച്ചിട്ടുള്ള കൺസിസ്റ്റൻസി. അത് വലിയ ഒരു ട്രേഡിൽ തന്നെ വലിയ രീതിയിലുള്ള ട്രേഡ് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ട്രേഡ് സെറ്റ് പുതുതായിട്ട് കാണുന്ന ഒരു പരിപാടിയാണ്. അതിന് കോൺട്രാക്ട് സൈസ് നമുക്ക് 4 മിനി എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൻ ലോട്ടായിട്ടാണ് കണക്കാക്കുന്നത്. നമുക്ക് മിനി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ചെറുതായിട്ട് കണക്കാക്കും. മൈക്രോ ആണ് ഇവിടെ ഏറ്റവും ചെറുത് ഫീച്ചേഴ്സിൽ ഫണ്ടഡ് സ്റ്റേജിലും ചെയ്യുമ്പോൾ
അതേപോലെ തന്നെ പ്രൈസ് നമുക്ക് $100 വരുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് നിലവിൽ ഒരു ഓഫർ ഉള്ളതെന്ന് വെച്ചാൽ ജൂൺ 8 മുതൽ ജൂൺ 12 വരെ എന്തോ 15 വരെ എന്തോ അവർക്ക് നമ്മൾ ഇൻ കേസ് ഈ അക്കൗണ്ട് എടുത്തിട്ട് ഫെയിൽ ആവാണെങ്കിൽ ആ ഫണ്ട് റീഫണ്ട് ചെയ്ത് തരും. വളരെ ചുരുങ്ങിയ ഒരു സമയമേ ഉള്ളൂ ആ ഓഫർ. 12-ാം തീയതി വരെ ഉള്ളൂ. അപ്പൊ ആ പ്ലാൻ എടുക്കാൻ നമുക്ക് മൊത്തം വരുമ്പോൾ ഇൻ കേസ് ഫെയിൽ ആയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അപ്പൊ നമുക്ക് $50 വരുന്നുള്ളൂ. ലൂസിഡ് ക്യാപ്പിലാണ് ഇപ്പോൾ കോമ്പറ്റീഷനിൽ 50K ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്നത്. 50K വരുന്നത് $70 അടുത്ത് 6300 രൂപ അടുത്താണ് നമുക്ക് നിലവിൽ ലൂസിഡ് ക്യാപ്പിൽ എടുക്കാനുണ്ടാവുന്നത്. അപ്പൊ അതിലും കുറച്ച് കുറവാണ് ഇത് വരുന്നത്. ആക്ടിവേഷൻ ഫീസ് ഇല്ല. അതാണ് ഇതിൽ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. കാരണം അവർ ആ ഫെയിം കൊണ്ടുവന്നപ്പോൾ അല്ലെങ്കിൽ ആ ഒരു പ്ലാൻ കൊണ്ടുവന്നപ്പോൾ നമുക്ക് ആക്ടിവേഷൻ ഫീസ് $120 $150 എക്സ്പെൻസ് വരുന്ന രീതിയിലായിരുന്നു അവരുടെ കൊണ്ടുവന്നിരുന്നത്. ഇനി സ്കെയിലിംഗ് പ്ലാൻ ഇവരുടെ അത്യാവശ്യം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്കെയിലിംഗ് പ്ലാൻ അത്യാവശ്യം നല്ല ഒരു ഇതാണ്. ഡേ ട്രേഡ് പ്രോഗ്രാം ലോ എൻട്രി ഫീസ് എന്ന് പറയുന്നത് ട്രേഡിംഗ് ഡ്യൂറിംഗ് ന്യൂസ് അവർ അലൗഡ് ആണ്. സ്കെയിൽ 10% വീക്കെൻഡ് ഹോൾഡിംഗ്സ് എന്ന് പറയുന്നത് ഓൾ പൊസിഷൻ ടു മസ്റ്റ് ബി ക്ലോസ്ഡ് 10 മാർക്കറ്റ് ക്ലോസ് ഓഫ് ഫെയിലിയർ കമ്പനി റീസെറ്റ് എന്ന് പറയുന്നത് അത് ഓരോ പ്ലാൻസിനനുസരിച്ചാണ്. നമ്മളിപ്പോൾ പ്ലാൻ സെലക്ട് ചെയ്തതനുസരിച്ചാണ് ഡേ ട്രേഡിന്റെ പ്ലാനിലാണ് ആ ഒരു ഇത് കാണിച്ചേക്കുന്നത്. ട്രേഡിംഗ് സ്റ്റൈൽ റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്നത് ഹൈ ഫ്രീക്വൻസി ട്രേഡിംഗ് അല്ലെങ്കിൽ അൽഗോരിതം ട്രേഡിംഗ് പെട്ടെന്ന് എടുത്തു പോകുന്ന ഒരു പരിപാടി 80-20 ആണ് കാണിച്ചേക്കുന്നത്. പക്ഷേ നമുക്ക് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതിലേക്ക് വരുമ്പോൾ കുറച്ച് ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. ഇനി സ്കെയിൽ അപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നോക്കാം. ഡേ ട്രേഡ് എന്ന് പറയുന്ന പ്ലാനിലേക്ക് വരുമ്പോൾ നമുക്ക് 25K നമുക്ക് ഏകദേശം 10% ആണ് സ്കെയിൽ അപ്പ് പ്ലാൻ ആയിട്ട് വരുന്നത്. 50K 10% ബൈയിങ് പവർ ഇൻക്രീസ്, നമുക്ക് ബൈയിങ് പവർ ഇൻക്രീസ് ചെയ്യുകയും നമുക്ക് ആ എന്താ പറയുക ലോഡ് സൈസിന്റെ ഇത് കുറച്ചുകൂടി ഇൻക്രീസ് ആവുകയും ചെയ്യുന്നുണ്ട്. ഇനി സിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സെയിം മോഡൽ പ്ലാൻ തന്നെയാണ് അവർ അത് സിംഗിലും ഇത് ചെയ്തേക്കുന്നത്. കാരണം പ്രൈസിൽ അങ്ങനെ വലിയ 240 തന്നെ ഇവിടെ ഫ്യൂച്ചേഴ്സിലും അവർ ആ സെയിം മോഡൽ തന്നെയുള്ളൂ ഇവിടെ വന്നേക്കുന്നത്. ഡേ ട്രേഡിൽ 100 വരുന്നു, നമ്മൾ CFD-യിൽ 74 ആയിരുന്നു. സിംഗിൽ വരുമ്പോൾ 240 വരുന്നു. പക്ഷെ അങ്ങനെ വലിയൊരു ഗ്രോത്ത് പ്ലാൻ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അതുപോലെ CFD ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും നല്ല ഡബിൾ ആവണം. പക്ഷെ അവർ ആ പേ ഔട്ടിൽ വെച്ചിട്ടാണ് അവർ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. 50-50 ഷെയറിംഗ് ആണ് അവർ ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഫ്യൂച്ചേഴ്സിലേക്ക് തന്നെ നമുക്ക് ഇവരെ മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ഫ്യൂച്ചേഴ്സിൽ എന്തെല്ലാം കാര്യങ്ങളൊക്കെ ഒന്നുകൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവുകയാണെങ്കിൽ ഫ്യൂച്ചേഴ്സിന്റെ നമുക്ക് ഫ്യൂച്ചേഴ്സ് ഇവാലുവേഷൻ പ്രോഗ്രാം എക്സ്പ്ലെയിൻഡ് നമ്മൾ ഓൾറെഡി അതിനെക്കുറിച്ച് നമ്മൾ കണ്ടതാണ്. എത്ര പെർസെൻറ്റേജ് ചെയ്യാനുള്ള കാര്യങ്ങളായിരിക്കും. 1 ടൈം ഫീ ആണ്. ആക്ടിവേഷൻ ഫീസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകം പറയുന്നുണ്ട്. പ്രൈസ് നമുക്ക് ഏകദേശം 50K $100 അടുത്ത് വരുന്നുണ്ട്. 6% പ്രോഫിറ്റ് കൺസിസ്റ്റന്റ് റൂള് 40% എടുത്ത് അവർ പറയുന്നുണ്ട്. അതിൽ കോപ്പറേറ്റഡ് ബിറ്റും ഫ്യൂച്ചേഴ്സ് സർട്ടിഫിക്കറ്റ് ഫേംസും 5 അക്കൗണ്ട് വരെ ഇപ്പോൾ മിക്ക കമ്പനികളും കൊടുക്കുന്നുണ്ട്. ഡ്യൂറിങ് ന്യൂസ് പീരീഡ് നമ്മൾ ഓൾറെഡി ന്യൂസ് സമയത്ത് പരമാവധി നമ്മൾ ആ ഒരു സമയത്ത് എക്സിറ്റ് അടിച്ചെടുക്കുക. ഒരു 5 മിനിറ്റ് 3 മിനിറ്റ് നമ്മൾ മാറി നിൽക്കുന്നതായിരിക്കും ഏറ്റവും നല്ല ബുദ്ധിപരമായിട്ടുള്ള ഒരു തരം ട്രേഡിംഗ് ഇൻസ്ട്രുമെന്റ്. നമുക്ക് ഫ്യൂച്ചേഴ്സിൽ കുറച്ച് ലിമിറ്റേഷൻസും കാര്യങ്ങളും ഉണ്ടെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ച് ഈ ഒരു ലിസ്റ്റ് എടുത്തിട്ട് നിങ്ങൾ ഫ്യൂച്ചേഴ്സിലേക്ക് വരുമ്പോൾ മിനി മൈക്രോ അങ്ങനെയുള്ള ഒരു ടിക് സൈസ് ആണ്, പിപ്സ് അല്ല ഇവിടെ പറയുന്നത്. അങ്ങനെ കുറച്ചുണ്ട്. നമുക്ക് ഏതെല്ലാം ഇൻസ്ട്രുമെന്റ് ചെയ്യാൻ പറ്റും. 6B ഫ്യൂച്ചർ, ബ്രിട്ടീഷ് പൗണ്ട് ഒക്കെ അങ്ങനെ എല്ലാം USD കമ്പയർ ചെയ്യുന്ന ഒട്ടുമിക്ക ഇതിനെയും നമുക്ക് ട്രേഡിങ്ങിലേക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയും ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് ഫ്യൂച്ചേഴ്സിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ ഫ്യൂച്ചേഴ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ റിസൾട്ട് കിട്ടുന്നത് നാസ്ഡാക്ക്, അതേപോലെ തന്നെ S&P 500 ES, അതേപോലെ തന്നെ ഗോൾഡ്. നമുക്ക് കുറച്ച് നാളുകളായിട്ട് ഇപ്പൊ ഞാൻ തന്നെ 2018 മുതൽ ഗോൾഡിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. 2018 മുതൽ 2025 ഞാൻ ഗോൾഡ് വിട്ടിട്ട് ഒരു കളിയില്ല അല്ലെങ്കിൽ മാറണ്ട എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരാളാണ്. 2025 ലാസ്റ്റോടുകൂടി അപ്പെക്സിൽ എനിക്ക് അക്കൗണ്ട് ഇടുന്ന സമയം അപ്പെക്സിൽ ഇവർ യുദ്ധമൊക്കെ വന്നതോടുകൂടി ഗോൾഡ് പയ്യെ മാറ്റി നിർത്താൻ തുടങ്ങിയതോട് പയ്യെ ഒന്ന് ES-ലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്തു. ES-ലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നാസ്ഡാക്കാണ് എല്ലാവരും ഈ പറയുന്ന ഞാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ബുക്ക് മാപ്പാണ്, അതേപോലെ അഡ്വാൻസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ വിചാരിച്ചു നാസ്ഡാക്കാണ് എല്ലാം നാസ്ഡാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ നാസ്ഡാക്കിൽ എനിക്ക് കുറച്ച് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു തോന്നി. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ES-ലേക്ക് ഒന്ന് മാറി നോക്കി. കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിലൊക്കെ ഇപ്പോൾ പോകുന്നുണ്ട്. നമുക്ക് ഈ പറയുന്ന ES-ലേക്കൊക്കെ വന്നതിന് ശേഷം അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഫ്യൂച്ചേഴ്സ് മാർക്കറ്റ് അവർ നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് ഒരു ഇൻട്രാഡേ ഇത് ഉണ്ടാവത്തുള്ളൂ. അല്ലാതെ ഹോൾഡിംഗ് ഒക്കെ നമ്മൾ സെപ്പറേറ്റ് അക്കൗണ്ട് ആകെ 2 കമ്പനി മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ ലൂസിലൊക്കെ എടുത്തിട്ട് എൻഡ് ഓഫ് ദി ഡേ ട്രെയിലിംഗ് റോഡ് എന്ന് പറയുമ്പോൾ പലർക്കും കഴിഞ്ഞ ദിവസം എനിക്ക് വന്നൊരു ക്വസ്റ്റ്യൻ. എൻഡ് ഓഫ് ദി ഡേ എന്ന് പറയുമ്പോൾ നമുക്ക് 2000 താഴെ പോവുകയും 50,000 അക്കൗണ്ട് അദ്ദേഹം 52,000 പ്രോഫിറ്റ് ഉണ്ടാക്കുകയും പിന്നെ താഴത്തേക്ക് വന്ന് 50,000 വരികയും അങ്ങനെ വരുമ്പോൾ നമ്മുടെ അക്കൗണ്ട് പോകത്തില്ല. പക്ഷെ ഈ 50,000 താഴത്തേക്ക് വീണ്ടും 42,000 വരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഉറപ്പായിട്ടും പോകും.
നമ്മൾ ക്ലോസ് ചെയ്ത അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിന്നും താഴത്തോട്ട് 2000 മൈനസ് ചെയ്തായിരിക്കും നിങ്ങളുടെ ഡ്രോ ഡൗൺ ആയിട്ട് വരുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ട്രെയിലിംഗ് ഡ്രോ ഡൗൺ പരമാവധി ഒഴിവാക്കുക. ട്രെയിലിംഗ് ഡ്രോ ഡൗൺ ആണ് അവരെ കുറച്ച് കാര്യങ്ങളിലൊക്കെ ഞാനൊക്കെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിരുന്ന പ്രശ്നം. നമുക്ക് പേ ഔട്ട് ഗ്യാപ്പ് 1500 50K അക്കൗണ്ടിൽ പേ ഔട്ട് ഫസ്റ്റ് പേ ഔട്ടിന് അതാണ് കുഴപ്പമില്ല. ഫസ്റ്റ് പേ ഔട്ടിന് 1500, പിന്നെ നമുക്ക് 2000, അങ്ങനെ ഓരോ രീതിയിലാണ് അവർ ഇത് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് പേ ഔട്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇവരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ പേയ്മെന്റ് മെത്തേഡ്സും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ അതൊക്കെ ഒന്നുകൂടി നല്ല രീതിയിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി നടത്തുക. സ്റ്റഡി നടത്തിയതിനു ശേഷം അക്കൗണ്ട് എടുക്കുക. ഇപ്പോൾ നിലവിൽ ഇവരുടെ ഓഫർ 12-ാം തീയതി വരെ ഉള്ളൂ നമുക്ക് ഫെയിൽ ആയി കഴിഞ്ഞാൽ കിട്ടുന്നത്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ 5 yearsന്റെ പ്രൈസ് മറ്റു കമ്പനികൾ, അതാണ് ഞാൻ മെയിൻ ആയിട്ട് നോക്കാറ്. പ്രൈസ് കമ്പാരിസൺ നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെല്ലാം ഒരു മിഡിൽ ക്ലാസ്സിൽ വന്നേക്കുന്ന ഒരു ആൾക്കാരൊക്കെ ആയിരിക്കും, പ്രത്യേകിച്ച് ട്രേഡിങ്ങിലേക്കൊക്കെ വന്ന് കുറേ കാശൊക്കെ കളഞ്ഞേക്കുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മളെ സംബന്ധിച്ച് പേ ഔട്ടും ഫസ്റ്റ് ടൈം കൊടുക്കാനുള്ള എമൗണ്ട് ഒക്കെ ചിലപ്പോൾ പലരുടെയിലും ഇല്ലാത്ത സിറ്റുവേഷൻ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. പല ഏകദേശം 25-30 അക്കൗണ്ടൊക്കെ കൊടുത്തേക്കുന്ന ആൾക്കാർ ഉണ്ട് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഉണ്ടെന്ന് ഞാൻ ഓരോ എന്താ പറയുക ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടത്തുമ്പോഴാണ് അറിയുന്നത് ഓരോരുത്തരുടെ സിറ്റുവേഷൻസ്. നമ്മളും അതുപോലെയൊക്കെ എടുത്ത് വന്ന ഒരാളാണ്. പിന്നെ നമുക്ക് ചെറിയൊരു പേ ഔട്ട്, ഇംഗ്ലീഷുകാർ പറയുന്നത് ഒരു $100 $100 നമ്മൾ പേ ഔട്ട് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എമൗണ്ട് നമ്മൾ പരമാവധി സ്പെൻഡ് ചെയ്യുക. വീട്ടിലൊക്കെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ചെറിയൊരു എമൗണ്ട് ആണെങ്കിൽ കൂടി അതിൽ എൻജോയ് ചെയ്യുക ഫസ്റ്റ് പേ ഔട്ട്. അപ്പോഴാണ് നമുക്ക് ആ പേ ഔട്ടിന്റെ വില അറിയുള്ളൂ. ഇപ്പോൾ ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഒരു സ്റ്റുഡന്റ് വന്നത്, അദ്ദേഹത്തിന് CFD-യിൽ ട്രേഡ് ചെയ്ത് ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന ഒരാളാണ്. ഞാൻ പരമാവധി പറഞ്ഞു നിങ്ങൾ ഫ്യൂച്ചേഴ്സിലേക്ക് വരുമ്പോൾ ഒരു മാറ്റം നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ഫ്യൂച്ചേഴ്സിൽ എൻഡ് ഓഫ് ദ ട്രെയിലിംഗ് എൻഡ് ഓഫ് ദ ഡേ ഉള്ള ഒരു പ്ലാൻ എടുത്തിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ FEG-കളിലൊക്കെ വരുന്ന സ്പ്രെഡ് അഡ്ജസ്റ്റ്മെന്റ്, അല്ലെങ്കിൽ ട്രേഡ് മാനേജർ വെച്ചിട്ട് ഓരോ ഫേംസിനും അറിയാം നമ്മുടെ സ്റ്റോപ്പ് ലോസ് എവിടെ കിടക്കണേ എന്നുള്ളത്. ഫണ്ടിങ് ടിപ്സ് ആയിക്കോട്ടെ, ഫണ്ട് എസ് ഇവർക്ക് അറിയാം ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ട്രേഡേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് എവിടെയാണ്. അവർ ചെറിയ സ്പ്രെഡ് ഒക്കെ വെച്ചിട്ട് നല്ലൊരു ഫോളൊക്കെ വരുന്ന സമയത്ത്, മാർക്കറ്റ് നല്ലൊരു സപ്പോർട്ടൊക്കെ എടുക്കുന്ന സമയത്ത് പെട്ടെന്നൊരു മൂവ്മെന്റ് അങ്ങ് നടത്തും. ആ മൂവ്മെന്റ് ചിലപ്പോൾ എല്ലാ ഫേംസിലും ഉണ്ടാവണം എന്നില്ല. അതാണ് പല ഫേംസിലും ഹൈയും ലോയും നിങ്ങൾ നോക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ 5600 ഫണ്ട് നെക്സ്റ്റിൽ CFD ഇല്ലെങ്കിൽ അതിനും തൊട്ട് 2 പിപ്സ് പോയിന്റ്സിന് താഴെ ആയിരിക്കും ഫണ്ടിങ് ടിക്സിന്റെ ഒക്കെ വരിക. അതെന്ന് വെച്ചാൽ അവർക്ക് അറിയാം എവിടെയാണ് പ്രോഫിറ്റബിൾ ട്രേഡേഴ്സ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പേ ഔട്ട് എടുക്കാൻ സാധ്യതയുള്ള ആൾക്കാരുടെ ഒരു ലിസ്റ്റ് അവർക്ക് ട്രേഡ് മാനേജർ വഴി കിട്ടും. അങ്ങനെ നമ്മൾ ഇത് എടുക്കുന്നു. അതേസമയം ഫ്യൂച്ചേഴ്സിൽ ചെയ്യുകയാണെങ്കിൽ എല്ലാ ഫേംസിനും സെയിം ലോയും സെയിം ഹൈ ആയിരിക്കും. അവിടെ മാനിപ്പുലേഷൻ അങ്ങനെ നടക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നിങ്ങൾ ഫ്യൂച്ചേഴ്സിലേക്ക് വരുമ്പോൾ ആ ഒരു മാറ്റം അറിയാൻ പറ്റും. പക്ഷേ ട്രെയിലിംഗ് ഡ്രോഡും കൺസിസ്റ്റൻസി ഒക്കെ ഉള്ളത് കൊണ്ടാണ് പല ആൾക്കാരും വരാത്തത്. നിങ്ങൾക്ക് 10 അക്കൗണ്ട് 20 അക്കൗണ്ട് ഒക്കെ വരെ കോപ്പി ട്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ചില സമയത്ത് 400-300 ഒക്കെ പിടിക്കാറുള്ളൂ. പക്ഷെ നമുക്കത് 5 അക്കൗണ്ട്സിൽ ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ഒരു എമൗണ്ട് ആയി നമുക്ക് പേ ഔട്ടിന്റെ ഒക്കെ സമയമാകുമ്പോൾ അത്തരത്തിൽ നമ്മൾ ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കുക. എപ്പോഴും ഒരു പേ ഔട്ട് കിട്ടുമ്പോൾ അല്ലെങ്കിൽ പേ ഔട്ട് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ആദ്യം ചെയ്യേണ്ട പരിപാടി സ്കെയിലപ്പിന് വേണ്ടിയിട്ട് ഒരു അക്കൗണ്ടും കൂടി എടുക്കുക. ആ അക്കൗണ്ട് എടുത്തിട്ട് കോപ്പി ട്രേഡ് ചെയ്യുക. പ്രത്യേകിച്ച് ഫ്യൂച്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ അധികം ഇമോഷൻസും അല്ല. നമ്മൾ ഒരു അക്കൗണ്ടിൽ എടുക്കുന്ന ആ വർക്ക് തന്നെയാണ് ആ 10 അക്കൗണ്ടിൽ എടുക്കുന്നുള്ളൂ ഒരേ സമയം. അതേപോലെ സ്ട്രെസ് നമുക്ക് അധികം ഉണ്ടാകത്തില്ല. ഒരു അക്കൗണ്ടിൽ കാണുന്ന വലിയ ഒരു ഭീമാകാരമായ അല്ലെങ്കിൽ ഒരു ലോഡ് സൈസ് കൂട്ടിയിട്ട് ഒരു 100K CFD ചെയ്യുമ്പോൾ എടുക്കുന്ന ലോഡ് സൈസ് ഉണ്ടല്ലോ, നമ്മൾ ചില സമയത്ത് ആ ലോഡ് സൈസ് കൂടുതലായിരിക്കും 100K CFD ഒക്കെ എടുക്കുന്ന സമയത്ത്. ആ സമയത്ത് ഉണ്ടാകുന്ന സ്ട്രെസ് നമുക്ക് ഈ പറയുന്ന ഒരു 5 അക്കൗണ്ട് 250K അക്കൗണ്ട് ഒക്കെ മൊത്തം ക്യാപിറ്റൽ വരുന്ന 50K 5 വെച്ചാൽ 250K അടുത്ത് വരുന്നതിന് നമുക്ക് അത്രയും ഇത് വരത്തില്ല. ഏകദേശം 5 അക്കൗണ്ട് ഒക്കെ 2000 USD ഈസി ആയിട്ട് തന്നെ വലിയ തെറ്റില്ലാത്ത രീതിയിൽ പ്രോഫിറ്റബിൾ ആയി കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അങ്ങനെ നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ CFD-യിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ഒത്തിരി പേര് ഞാൻ ഫ്യൂച്ചേഴ്സിലേക്ക് പറഞ്ഞതിന് ശേഷം ഒരു 4-5 പേരെങ്കിലും പേ ഔട്ട് ഒക്കെ എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഫണ്ടഡ് അക്കൗണ്ട് പാസ്സാകുന്നുണ്ടാവും, പക്ഷെ പേ ഔട്ടിലേക്ക് വരുന്നില്ല എന്നുള്ളതിന്റെ റീസൺസ് പലതുണ്ടെങ്കിലും അതിലൊരു കാരണം നമുക്ക് നമ്മളെല്ലാവരെയും മുകളിലുള്ള ഈ EMI-കൾ പേയ്മെന്റ് കൊടുക്കാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ സ്ട്രെസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ പേ ഔട്ടിലേക്ക് എത്താത്തവരുണ്ടാവും. അതേപോലെ തന്നെ CFD ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പേ ഔട്ടിലേക്ക് എത്താൻ കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ചില സമയത്ത്. അത് ഞാൻ പക്ഷേ ഫ്യൂച്ചേഴ്സിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് പേ ഔട്ട് എടുക്കാൻ കുറെ ആൾക്കാർക്ക് സാധിക്കുന്നതായിട്ട് കണ്ടിട്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തായാലും ഫ്യൂച്ചേഴ്സ് ഒരു തവണയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്യുക. 6000 6300 ഒക്കെ ഉള്ള ഇൻ കേസ് അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അപ്പെക്സിലെ ഏതെങ്കിലുമൊക്കെ എടുക്കാം. ഇപ്പൊ ഈ ഒരു ഫേമിനെ കുറിച്ച് എൻഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് കൂടുതലാണ്. പിന്നെ അവർ ഇപ്പോൾ നിലവിലുള്ള ഓഫർ അനുസരിച്ച് മാത്രമേ നമുക്ക് അവരുടെ
ആ ഒരു എന്താ പറയാ $100 അത് ബെനിഫിറ്റ് ആണോ അങ്ങനെയുള്ള ആ കാര്യങ്ങളെല്ലാം നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. അല്ലാതെ നമുക്കത് ഇത് കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു അക്കൗണ്ട് എടുത്തുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈസ് കുറച്ച് കൂടുതലാണ്. ഓഫർ ഇപ്പോൾ ഫെയിൽ ആവണമെങ്കിൽ ഒരു അക്കൗണ്ടും ട്രെയിൽ കിട്ടും. അതേസമയം നമുക്ക് മറ്റ് ഫേംസ് ഒക്കെ ചൂസ് ചെയ്യാവുന്നതാണ്. പല ഫേംസിനെ കുറിച്ച് നമ്മൾ നല്ല രീതിയിൽ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവരുടെ ഈ ആക്ടിവേഷൻ ഫീസും അവരുടെ പുതിയ പ്ലാൻസും പുതിയ CFD ബ്രോക്കറേജിലേക്കൊക്കെ വന്നത് കൊണ്ടാണ് ഈ ഒരു ഫേമിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തേക്കുന്നത്. എന്തായാലും നിങ്ങൾ പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ നല്ല രീതിയിൽ സ്റ്റഡി നടത്തിയതിന് മാത്രം ഈ അക്കൗണ്ട്സ് എടുക്കാൻ ശ്രമിക്കുക. പേയ്മെന്റിന്റെ കാര്യത്തിൽ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു ഫേമാണ്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ സ്റ്റഡി ചെയ്യുക. ഓക്കെ, ബൈ, സി യു. അതേപോലെ തന്നെ നിങ്ങൾ ഫണ്ടഡ് അക്കൗണ്ട് ഒക്കെ എടുത്ത് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. നമുക്ക് ഫ്രീ ആയിട്ടുള്ള ആക്സസ് ആണ് എല്ലാ ദിവസവും. പരമാവധി നമ്മളെ കൊണ്ട് നമ്മൾ എടുക്കുന്ന അതേ ട്രേഡുകൾ തന്നെ പരമാവധി ES-ലാണ് ഇപ്പോൾ കുറച്ചാൾ പോയിക്കൊണ്ടിരിക്കുന്നത്, ഗോൾഡ് അല്ല. അങ്ങനെയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ ലിങ്ക് നമ്മൾ താഴെ ഇട്ടിട്ടുണ്ട്, ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ചെയ്യും.